അട്ടപ്പാടി മധു വധക്കേസിൽ പ്രതികൾക്കെതിരായ കുടുംബത്തിന്റെ പോരാട്ടത്തിനൊപ്പമെന്ന് സർക്കാർ. നിയമ പോരാട്ടത്തിൽ മധുവിന്റെ കുടുംബത്തെ സഹായിക്കുമെന്ന് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസി. കേസിൽ ഹൈക്കോടതി വെറുതെ വിട്ട 3 പ്രതികൾക്കെതിരെ നിയമ പോരാട്ടം നടത്താനാണ് മധുവിന്റെ കുടുംബത്തിന്റെ തീരുമാനം. പ്രതികളെ വെറുതെ വിട്ടതിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അടുത്ത ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കുടുംബം സന്ദർശിക്കും. അട്ടപ്പാടിയിൽ ഈ മധു അവരുടെ കുടുംബം സുപ്രീം കോടതിയിലേക്ക് ഈ അപ്പീലിന് പോകാൻ നിൽക്കണം. അപ്പോൾ സർക്കാരിൻ്റെ സഹായം ഒരു തേടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വകുപ്പിൻ്റെ തീർച്ചയായിട്ടും അവരുമായിട്ട് സംസാരിക്കും. എന്താണ് അവരുടെ ആവശ്യം എന്നുള്ളത് തീർച്ചയായിട്ടും നോക്കും. മുഖ്യമന്ത്രി കാണുമെന്നാണ് അവർ പറഞ്ഞത്. അടുത്ത ആഴ്ച തീർച്ചയായിട്ടും സഹായം ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ, അപ്പോൾ അങ്ങനെയാണ് 3 പ്രതികളെ വെറുതെ വിട്ടു. മധുവിന് വൈകിയാണെങ്കിലും നീതി കിട്ടിയെന്ന് പറയുമ്പോൾ പോലും 1-ാം പ്രതി ഹുസൈനെ അടക്കം വെറുതെ വിട്ടത് ആ കുടുംബത്തിന് വലിയ വേദനയായി മാറിയിട്ടുണ്ട്. അപ്പോൾ തുടർ നിയമ പോരാട്ടങ്ങൾക്ക് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കൂടി പറയുമ്പോൾ ഇനി മധുവിന്റെ കുടുംബത്തിന്റെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയാണ്? ഷിഹാസ്, 2018 ഈ അട്ടപ്പാടിയിൽ വെച്ച് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി മധു എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെടുന്നു. ആ കാലം മുതൽ തന്നെ മധുവിൻ്റെ കുടുംബം വലിയ രീതിയിലുള്ള പോരാട്ടത്തിലായിരുന്നു. ആ പോരാട്ടത്തിൻ്റെ ഒരു ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഈ കേസിലെ 12 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്ന സാഹചര്യമുണ്ടായത്. ഒരു പ്രതിക്ക് 1 വർഷത്തെ കഠിന തടവിനുള്ള ശിക്ഷയും ഹൈക്കോടതി വിധിച്ചിരുന്നു. പക്ഷേ ഈ കേസിൽ 1-ാം പ്രതി, അതുപോലെ തന്നെ 4-ാം പ്രതി, 11-ാം പ്രതി, ഈ 3 പേരെ ഹൈക്കോടതിയും വെറുതെ വിട്ടിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ കുടുംബം വീണ്ടും നിയമ പോരാട്ടം തുടരാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് കൊണ്ടുപോകാനാണ് ഇപ്പോൾ കുടുംബത്തിന്റെ തീരുമാനം. ഈ 1-ാം പ്രതി ഹുസൈൻ ഉൾപ്പെടെ ഈ കുറ്റകൃത്യം ചെയ്തു എന്നുള്ളത് തന്നെയാണ് മധുവിന്റെ കുടുംബം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹുസൈനെതിരെ ഉൾപ്പെടെ കടുത്ത നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മധുവിന്റെ കുടുംബം സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്നത്. ആ പോരാട്ടത്തിന് പൂർണ്ണ സഹായം നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത്. പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസിയും മധുവിന്റെ കുടുംബത്തിനൊപ്പം തന്നെയാണ് സർക്കാർ എന്നുള്ളത് വ്യക്തമാക്കുന്നു. മാത്രമല്ല ഈ നിയമ പോരാട്ടത്തിന് എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു നൽകുമെന്നും പറയുന്നുണ്ട്. ഏതായാലും ഈ ആഴ്ച തന്നെ മധുവിന്റെ കുടുംബം മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഈ നിയമ പോരാട്ടത്തിനുള്ള സഹായം തേടുകയും ഉടൻ തന്നെ സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ കേസിൽ സുപ്രീം കോടതിയിലേക്ക് നിയമ പോരാട്ടം നീട്ടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മധുവിന്റെ കുടുംബമുള്ളത്. ഷിഹാസ്, ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.